ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം കായംകുളം കായലിൽ കൈകാലുകൾ ബന്ധിപ്പിച്ച നിലയിൽ ഒരു വയോധികയുടെ മൃതദേഹം കണ്ടെടുത്തു. ഈ ഒരു വാർത്തയാണ് നമ്മളൊക്കെ കേട്ടത്. 80 വയസ്സോളമായിരുന്നു അവരുടെ പ്രായം. ഈ വയോധികയുടെ കാണാതായെന്നുള്ള പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണത്തിലായിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് ഈ കായലിൽ നിന്ന് അവിടെ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ മൃതദേഹം കാണുന്നത്. അപ്പോൾ ഇതൊരു കൊലപാതകമാണെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ബാക്കി വിശദാംശങ്ങൾ? ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കായംകുളം കായലിൽ കനകക്കുന്ന് ബോട്ട് ജെട്ടിക്ക് സമീപം മത്സ്യബന്ധനത്തിനായി പോയ തൊഴിലാളികളാണ് കായലിൽ ഒഴുകി നടക്കുന്ന നിലയിലൊരു വയോധികയുടെ മൃതദേഹം കാണുന്നത്. ഇവരർദ്ധ നഗ്നാവസ്ഥയിലാണ്, ബ്ലൗസ് അല്ലാതെ മറ്റൊന്നും ശരീരത്തിലില്ല. അതുകൂടാതെ ഇവരുടെ കഴുത്തിൽ ഭാരമേറിയ എന്തോ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. കാരണം ഈ ബോഡി താഴ്ന്നു പോകുന്നതിന് വേണ്ടിയായിരിക്കാം. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷൻ വരുന്നത്, അതായത് ഈ കായൽ ഉൾപ്പെടുന്ന പ്രദേശം വരുന്നത് തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അങ്ങനെ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മത്സ്യത്തൊഴിലാളികൾ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ബോഡി കരയ്ക്കെത്തിക്കുന്നു. ബോഡി കരയ്ക്കെത്തിക്കുമ്പോൾ ഇത് തലേ ദിവസം, അതായത് തിങ്കളാഴ്ച ഈ നമ്മുടെ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തൊരു മിസ്സിംഗ് കേസിലെ തങ്കമ്മ എന്ന വയോധികയാണ്. ആറാട്ടുപുഴ തെക്കേക്കര കനകക്കുന്ന് സാധുപുരം തെക്കേതിൽ വീട്ടിൽ തങ്കമ്മ 80 വയസ്സ്. ഇവരെ കാണാതാകുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. ഇവരുടെ 2 മക്കളുണ്ട്, സത്യദാസ് അതുപോലെ തന്നെ ഷൈമോൾ. ഈ മകൻ വിദേശത്തായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് നാട്ടിൽ അവധിക്ക് വന്ന അദ്ദേഹം തിരികെ വിദേശത്തേക്ക് പോകുന്നത്. മകൾ താമസിക്കുന്നത് പുതിയ വിള. ഈ വീട്ടിൽ നിന്ന് ഏകദേശം കുടുംബ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്ററോളം അകലെ പുതിയ വിളയിലാണ് മകൾ താമസിക്കുന്നത്. അങ്ങനെ ഈ ഭർത്താവ് മരിച്ച തങ്കമ്മ ഏകദേശം 24 വർഷത്തോളമായി തനിച്ചാണ് താമസം. ഈ വീടിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, വീട് എന്ന് പറയുന്നത് ഒരു ഓടിട്ട സാധാരണ വീടാണ്. കായലാണ് ഇതിൻ്റെ പിൻവശമുള്ളത്. ഈ വീട്ടിലേക്ക് വരാൻ 100 മീറ്ററോളം മെയിൻ റോഡിൽ നിന്ന് ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ വീട്ടിലെത്താം. പക്ഷേ തങ്കമ്മ ദിവസം ഉപയോഗപ്പെടുത്തുന്നത് ഈ വീടിൻ്റെ സമീപത്തെ പുരയിടത്തിലൂടെയുള്ള വീട്ടിലേക്കുള്ള വഴിയാണ്. പക്ഷേ ഈ തങ്കമ്മ സ്ഥിരമായിട്ട് ഈ സമീപത്തെ ബോട്ട് ജെട്ടിയിലും അതുപോലെ തന്നെ കടയിലുമൊക്കെ നിത്യസന്ദർശകയായിരുന്നു. ഇവരെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞായറാഴ്ചയും ഇവരെ ആ വഴിക്ക് കണ്ടിട്ടേയില്ല. അങ്ങനെ ഈ പ്രദേശവാസികൾ ഈ തനിച്ച് താമസിക്കുന്ന തങ്കമ്മ സ്ഥിരമായി വരാറുള്ള സ്ഥലങ്ങളിൽ എത്തുന്നില്ല, അതൊരു അസ്വാഭാവികതയായിട്ട് കണ്ട് ഈ പ്രദേശവാസികളാണ് തങ്കമ്മയുടെ ഈ 2.5 കിലോമീറ്ററോളം അകലെ പുതിയ വിളയിൽ താമസിക്കുന്ന മകളായ ഷൈമോളെ ഇവരെ കാണാനില്ല, എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ ഈ ഷൈമോള് തിങ്കളാഴ്ച രാവിലെ ഈ കനകക്കുന്നിലെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച മുൻവശത്തെ വാതിൽ പൂട്ടിയ നിലയിലാണ്. അങ്ങനെ ഈ പ്രദേശവാസികളുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്ന ഷൈമോൾ ഈ വീടിനുള്ളിൽ അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല, അമ്മയെ കാണുന്നില്ല. 80 വയസ്സായ മാതാവാണ്. ഇവർ കാര്യമായിട്ട് ഈ മക്കളുടെ വീട്ടിൽ വല്ലപ്പോഴും പോകുമെന്നല്ലാതെ കാര്യമായിട്ട് ദൂരത്തേക്കൊന്നും പോകാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ അവിടെ പരിശോധന നടത്തുമ്പോൾ ഇവരുടെ മെത്തയുടെ അടിയിൽ നിന്ന് മാലയും, ഇവർ ധരിച്ചിരുന്ന മാലയും 2 മോതിരവും അടങ്ങുന്ന ആഭരണങ്ങൾ കണ്ടെടുക്കുന്നു. ഇവരുടെ അല്ലാതെ തന്നെ ഏകദേശം 6 പവനോളം ആഭരണങ്ങൾ ഇവരെ കാണാതാകുമ്പോൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുടുംബമാണ്, അല്ലെങ്കിൽ ഈ ഷൈമോളാണ് കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ തൻ്റെ മാതാവിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി, ഇൻറ്റിമേഷൻ കൊടുക്കുന്നത്. അങ്ങനെ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ SI ആയിട്ടുള്ള സനീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു 2 പോലീസുകാർ അവിടേക്ക് തിങ്കളാഴ്ച ഉച്ചയോടെ എത്തുന്നു. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഈ കായംകുളം ഈ കായൽ പ്രദേശം എന്ന് പറയുന്നത് ധാരാളം മയക്കുമരുന്ന് സംഘങ്ങളുടെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ ഒരു പ്രത്യേകിച്ച് കായലാണ്. പോലീസ് എത്തിയാൽ തന്നെ രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകളുണ്ട്. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വ്യാപാരവും മറ്റ് അനധികൃതമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടെന്ന് പലവട്ടം പ്രദേശവാസികൾ തന്നെ പോലീസിനോട് പറഞ്ഞാണ്. അങ്ങനെ ഈ തങ്കമ്മയുടെ തിരോധാനം അന്വേഷിക്കാനെത്തിയ SI സനീഷിനും സംഘവും, അതായത് മറ്റൊരു പോലീസുകാരനും കൂടിയുണ്ട്. ഇവർ 2 പേരോടും പ്രദേശത്തുണ്ടായിരുന്ന ഏകദേശം 4ഓളം വരുന്ന യുവാക്കൾ അപമര്യാദയായിട്ട് പെരുമാറുന്നു. ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവർക്ക് അവിടെ കൃത്യമായിട്ട് അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഇവർ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ 4 പേർക്കെതിരെ ഈ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ പോലീസ് ഒരു FIR ഇട്ട് 4 പേർക്കെതിരെ. അങ്ങനെ ഒരു പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ, ഈ വയോധികയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാറി, അതായത് ഇത് കനകക്കുന്നാണ്, തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഈ മൃതദേഹം കാണപ്പെട്ടത്. കാരണം ഈ വീടിന് പിന്നിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കായൽ പ്രദേശമാണ്. ഇവിടേക്ക് അർദ്ധരാത്രി ഞായറാഴ്ച ആയിരിക്കാം ഒരുപക്ഷെ ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുക. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ വള്ളത്തിൽ അവിടേക്ക് എത്തിയ സാധാരണ വാഹനങ്ങൾ, ഈ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് എത്തിയാൽ തീർച്ചയായും ട്രേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇരുട്ടിൻ്റെ, പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച വലിയ മഴയും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നൊരു ഒച്ചപ്പാടോ ബഹളമോ ഉണ്ടായാൽ പോലും
പ്രദേശവാസികൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച രാത്രി വള്ളത്തിലെത്തിയ ആരോ, അങ്ങനെ ഒരു അക്രമിയാണ് ഒരുപക്ഷെ ഇവരുടെ സ്വർണ്ണാഭരണങ്ങളായിരിക്കാം, കാരണം ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഇവരൊറ്റയ്ക്ക് താമസിക്കുന്നുവെന്ന് അറിവുള്ള ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസിൻ്റെ നിഗമനം. കാരണം 6 പവനോളം ആഭരണങ്ങൾ ഇവർ മരണപ്പെടുമ്പോൾ ധരിച്ചിരുന്നു, അത് കാണാതായി എന്ന് പറയുമ്പോൾ 6 പവന് ഇന്നത്തെ വിപണി വിലയിൽ ഏകദേശം 7 ലക്ഷത്തോളം രൂപ വിലയുണ്ട്. അപ്പോൾ വയോധികയായിട്ട് 80 വയസ്സുള്ള ഒരു സാധു സ്ത്രീ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇവരെ കീഴ്പ്പെടുത്തിയ ആഭരണങ്ങൾ കൊണ്ടുപോകാൻ നിസ്സാരമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഇവരെ വള്ളത്തിൽ കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ ആ കായലിൻ്റെ സമീപത്തായിരിക്കാം ഇവരെ ഉപേക്ഷിച്ചത്. ആ പ്രദേശത്ത് നിന്ന് കായലിൻ്റെ സമീപത്ത് കാണുന്ന സാധാരണ വെട്ടുകല്ലുണ്ട്. ഈ വെട്ടുകല്ലിൻ്റെ കുറച്ചുകൂടി മൂത്ത, അതായത് ഒരു കറുപ്പ് നിറം കൂടിയുള്ള പാറക്കല്ല്, ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ഒലിച്ചു പോകും മറ്റേ കല്ലാണെങ്കിൽ. പക്ഷേ ഇത് കുറച്ചുകൂടി ഉറച്ചതാണ്. അങ്ങനെ ആ ഒരു കല്ല് ഇവരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ വസ്ത്രങ്ങൾ അവിടെ നിന്ന് മിസ്സിങ് ആയിട്ടുണ്ട്. വസ്ത്രങ്ങളില്ല. ഈ ബോഡി കണ്ടെത്തുമ്പോൾ വസ്ത്രങ്ങൾ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല, ഒരു ബ്ലൗസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, അതായത് കൊലപ്പെടുത്തിയതിന് ശേഷം വീടിന് പിന്നിലെ കായലിൽ ഉപേക്ഷിച്ചതാണെങ്കിൽ അവിടെ വേലിയിറക്കവും വേലിയേറ്റവും ഒക്കെയുള്ള സാഹചര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ കായലിൽ ഈ ബോഡി ആദ്യം ഈ കായലിൽ ഡംപ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ താന്നുപോയതിനു ശേഷം ഇതിനകത്ത് ബാക്ടീരിയ ടിഷ്യൂ വിഘടിക്കുമ്പോഴാണ് ഇത് പിന്നീട് പൊങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മുടെ കുമ്പളം കായലിൽ ശകുന്തള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ 2018 തോന്നുന്നു ഒരു മൃതദേഹം വീപ്പയ്ക്കുള്ളിലാക്കി കൊണ്ടുപോയിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അഡിപോസർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഒരു ഫോർമേഷൻ വിഘടിക്കുകയും ഇതിൻ്റെ പുറത്തൊരു നെയ് പോലത്തെ ഒരു സാധനം ഉണ്ടായിട്ടാണെന്ന് ഈ മൃതദേഹമാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ ആ ഒരു വീപ്പ പൊട്ടിച്ചതിന് ശേഷം ഇവരെ കണ്ടെത്തുന്നത്, കാരണം 2016 കാണാതായ ഒരു സ്ത്രീയാണെന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ഇത്തരത്തിൽ ധാരാളമായിട്ട് ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്ന വയോധികരായിട്ടുള്ള ആളുകളെ സ്വർണത്തിൻ്റെ പേരിൽ, കാരണം ഇവരെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് ഇത്ര വലിയ അളവിൽ, കാരണം 6 പവൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നിസ്സാരമായിരിക്കാം, പക്ഷേ ഇന്നത് വലിയ വിലയുള്ള സാധനമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ, പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിലൊക്കെ ആദ്യം കേൾക്കുന്നത് ഇതിൽ അതിഥി തൊഴിലാളികളുടെ പങ്കാണ്. കാരണം ഇങ്ങനെ ഇവർ ധാരാളമായിട്ട് വന്നു ചേരുന്ന സ്ഥലമാണ് കേരളം. അതിഥി തൊഴിലാളികൾ എന്ന് പേരിട്ടാണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് താമസിക്കുന്നവർക്കിടയിൽ ധാരാളം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഉണ്ട് എന്ന പരാതി ഇപ്പോഴല്ല വരുന്നത്. ഇങ്ങനെ വരുന്നവർ ഇവിടെ ഒരു കൊലപാതകം നടത്തി മോഷണ ശ്രമത്തിനിടെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം സ്വന്തം ദേശത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിലിറങ്ങിപ്പോയാൽ പിന്നെ അവരെ കിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിഥി തൊഴിലാളികളുടെ പങ്കൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം. എന്തായാലും പ്രദേശവാസിയായ ഒരാൾ ഇപ്പോൾ കനകക്കുന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തങ്കമ്മ 80 വയസ്സ്. ഇപ്പോൾ ആ 2 മക്കളും ഏകദേശം തൊട്ടടുത്താണ്. ഈ സത്യദാസ് എന്ന് പറയുന്ന മകൻ ഈ വീടിൽ നിന്ന് ഏകദേശം വടക്ക് മാറി, കുടുംബ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട് വെച്ച് അവിടെയാണ് താമസിക്കുന്നത്. മകളായിട്ടുള്ള ഷൈമോൾ 2.5 കിലോമീറ്ററോളം അകലെ പുതിയ വിളയിലാണ്. ഇവർക്കൊപ്പമായിരുന്നു അമ്മാതാവെങ്കിൽ ഒരു പക്ഷേ ഈ വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള മരണം അവർ ഏറ്റുവാങ്ങേണ്ടി വരികയില്ലായിരുന്നു. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ഈ ലഹരി മാഫിയയുടെ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുകൂടി കാര്യമായ അന്വേഷണമാണ് നടക്കുന്നത്. ആലപ്പുഴ പോലീസ് മേധാവിയായിട്ടുള്ള മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അവിടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ്റെയും പരിധിയിലുള്ള ആ ഒരു സ്റ്റേഷൻ ലിമിറ്റിലെ പോലീസുകാരെല്ലാം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ ഒരാളാണ് ഉള്ളതെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതിലെ ദുരൂഹതകളൊക്കെ മറന്നേക്ക് ഇവരെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ മോഷണ ശ്രമം മാത്രമാണോ എന്നതിലൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാകും. ശരി.